അത് എന്നെ പോലെ ആളുകളല്ല. ഇല്ലല്ല, അയക്കാൻ ബഹുമാനപ്പെട്ട CM അവർക്കും ബഹുമാനപ്പെട്ട മമ്മുക്ക അവർക്കും അമ്മ മനസ്സ് തങ്ക മനസ്സ് മമ്മുക്ക അവർക്കും പിന്നെ ഈ വേദിയിലിരിക്കുന്ന എത്രയോ പ്രമുഖരുണ്ട്, അവർക്കെല്ലാവർക്കും, മിനിസ്റ്റേഴ്സുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്നെ ഇത്രയും കാലം പ്രോത്സാഹിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങളെ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ അതൊരു വാക്ക്. അതോടൊപ്പം എനിക്ക് ഈ സന്തോഷത്തിലെ വാക്കുകൾ വരുന്നില്ല. ഏതായാലും നമ്മുടെ സർക്കാർ ഇത് ഇങ്ങനെ ഇത് കാണിച്ചതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്തോ പറയണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇനി കൂടുതൽ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. നന്ദി. മലയാളത്തിൻ്റെ അമ്മ മനസ്സിന് കേരളക്കരയുടെ മഹാപ്രണാമം. സോറി, ഒരു വാക്ക് പറയാനുണ്ട്. ഞാൻ മലയാളി അല്ല എന്ന് പറയുന്നു. ഞാൻ പകുതി മലയാളി പകുതി തെലുങ്ക്. അത് എങ്ങനെ? എൻ്റെ അമ്മയുടെ ഫാമിലി ഫ്രം കാലിക്കറ്റ്, മേനന്മാരാ. അവരെ മേനന്മാരാ. അവിടുന്ന് വന്നതായി ഈ ബ്ലഡ്. അതുകൊണ്ട് പകുതി തെലുങ്ക് പകുതി മലയാളം. ഓക്കെ. We stand corrected and thank you for asserting your Malayaliness, Sharadamma. Thank you once again. ഒരു ധന്യ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശാരദാമ്മ സൂചിപ്പിച്ചതുപോലെ അമ്മ മനസ്സ്, ഒപ്പം പുരസ്കാര നിറവിൽ മകനും. അടുത്തതായി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ബുക്കിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരമാണ് ഇപ്പോൾ ശാരദയ്ക്ക് സമ്മാനിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. നിശാഗന്ധിയിൽ വളരെ ധന്യമായ നിമിഷങ്ങൾക്കാണ് പ്രേക്ഷകരും അവിടെ ഉള്ള സദസ്സിലുള്ളവരും ഒക്കെ സാക്ഷ്യം വഹിക്കുന്നത്. ചില പുരസ്കാരങ്ങൾ ചിലർക്ക് സമ്മാനിക്കുമ്പോൾ ആ പുരസ്കാരം തന്നെയാണ് ആദരവ് നേടുന്നത്. അത്തരത്തിലൊരു നിമിഷത്തിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. നിശാഗന്ധിയിൽ നിന്നുള്ള കൂടുതൽ നിമിഷങ്ങളിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം.